സങ്കീർത്തനം 69 അധ്യായം 27 28 വചനങ്ങൾ. അവർക്ക് ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നൽകണമേ, അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്നും അവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതുവാൻ ഇടയാകാതിരിക്കട്ടെ. ഇതൊരു കഠിനമായ വചനമാണെന്ന് ഓർക്കണം സ്നേഹമുള്ളവരെ. അവർക്ക് ശിക്ഷയ്ക്കുമേൽ ശിക്ഷയുണ്ട്, ആ ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നൽകണമേ. അവരുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ. ഇന്നെന്നല്ല, ഒരിക്കലും മോചനം ഈ ശിക്ഷയിൽ നിന്ന് അവർക്ക് ലഭിക്കരുത്. പിന്നെ പറയുകയാണ്, ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. സ്നേഹമുള്ളവരെ, ഇനി ഒരിക്കലും ജീവൻ്റെ കൃപയുടെ പുസ്തകത്തിൽ നിനക്ക് പേരില്ല എന്നർത്ഥം. പിന്നെ പറയുകയാണ്, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ. നീതിമാന്മാരുടെ പട്ടികയിൽ നീ എണ്ണപ്പെടില്ല എന്നർത്ഥം. സ്നേഹമുള്ളവരെ, ചില ജീവിതങ്ങളുടെ അവസാന സ്ഥിതിയെക്കുറിച്ച് മുന്നമേ സ്വർഗം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം അത് കൃപയുള്ളതായിരിക്കണം, അത് ദൈവാനുഗ്രഹം നിറഞ്ഞതാവണം, അത് സ്വർഗത്തോട് ചേർന്നുള്ളതാവണം. ഇതൊക്കെ അവസാന സമയത്തൊക്കെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, അതൊക്കെ അപ്പോൾ കാണാം. സ്നേഹമുള്ള, ഇതൊക്കെ വെറുതെ മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല. വചനം അത് നിറവേറുക തന്നെ ചെയ്യും. വചനം സത്യമാണ്. വചനാനുഭവങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പറ്റണം. നാളത്തെക്കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കണം. ഒരു തിരിഞ്ഞു നോട്ടം നല്ലതല്ലേ സ്നേഹം? നാളെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരില്ല, നീതിമാന്മാരുടെ കൂട്ടത്തിൽ നിൻ്റെ പേരില്ല. ശിക്ഷയ്ക്ക് മേൽ ശിക്ഷ നിൻ്റെ ജീവിതത്തിലേക്ക് കുമിഞ്ഞുകൂടുകയാണ്. ഒരിക്കലും ശിക്ഷയിൽ നിന്ന് മോചനമില്ലാത്തൊരു ദുസ്ഥിതി. സ്നേഹമുള്ളവരെ, ഇതൊരു അപകടകരമായ അനുഭവമാണ്. ഒരിക്കലും കൃപയുടെ തുറമുഖത്തിലേക്ക് നിനക്ക് എത്തി നോക്കാൻ പോലും ശേഷിയില്ലാത്ത ദുസ്ഥിതി ജീവിതത്തിൽ വരാതിരിക്കാൻ ഈ പ്രഭാതം ഒരു തിരിഞ്ഞുനോട്ടത്തിന് നിന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. തിരുത്തലുകൾ വേണ്ട മേഖലകളെ തിരുത്താനും മെച്ചപ്പെടുത്താനും കൃപയുടെ തീരത്തടുത്ത് നിൽക്കാനും അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ എപ്പോൾ, എന്ന്, എങ്ങനെ എന്നെ വിളിക്കുമെന്ന് അറിയില്ലല്ലോ. എപ്പോഴും ജാഗ്രതയോടെ ജീവിതം നയിക്കുന്നത് ഉത്തമമാണ്. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.